കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മനസ്സാണ്. ഓക്കെ, എൻ്റെ മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സ്കൂളിലൊക്കെ എത്തി നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ തകർക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ സിമ്പിളായിട്ട് ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മുന്നേയുള്ള വീഡിയോസിലൊക്കെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കേണ്ട രീതികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സർക്കിൾ എന്താണ്, സർക്കിൾ എങ്ങനെ നമ്മൾ കോമ്പസ് യൂസ് ചെയ്ത് വരയ്ക്കാം, അതുമാത്രമല്ല സർക്കിളിൻ്റെ ആരം, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സുകൾ നിങ്ങൾ കഴിഞ്ഞ ഓരോ വീഡിയോസിലായിട്ട് കണ്ടു. അതുപോലെ ഈ ഒരു ചാപ്റ്ററിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കാം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യവും കൂടെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ ആകെ ഒരു കോമ്പസോ ഒരു പെൻസിലും മാത്രം മതി. പക്ഷേ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റിൽ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ നീളവും അതുപോലെ വീതിയും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ആംഗിൾ 90 ഡിഗ്രിയും ആയിരിക്കണം അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇത്രയും നല്ല ഭയങ്കര ടഫാണോ മിസ് ഇതൊക്കെ വരയ്ക്കാൻ? ചുമ്മാ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതൊരു റെക്റ്റാങ്കിൾ ആയില്ലേ, ചതുരമായില്ലേ, ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ചെയ്തു നോക്കാം അല്ലേ. ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്: താഴെ കാണുന്ന ഈ ഒരു പിക്ചർ തെറ്റാതെ കൃത്യമായിട്ടുള്ള അളവിൽ വരയ്ക്കുക. സോ നിങ്ങൾ ആ ഒരു ചതുരം കാണുന്നുണ്ടാവും. ആ ചതുരത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ 7 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ആണ്. വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് അല്ലേ, അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചതുരം നമ്മൾ എങ്ങനെ സ്കെയിലും സെറ്റ് സ്ക്വയറും പെൻസിലും യൂസ് ചെയ്തിട്ട് വരയ്ക്കും? അപ്പൊ സെറ്റ് സ്ക്വയർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സെറ്റ് സ്ക്വയർ നമുക്ക് അതിന്റെ 2 തരം സെറ്റ് സ്ക്വയേഴ്സ് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കാണാം. അതിന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. സോ ആ ഒരു 90 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ റെക്റ്റാങ്കിളും വരച്ചെടുക്കേണ്ടത്. സോ ആദ്യം എൻ്റെ കുട്ടികൾ ഒരു സ്കെയിൽ എടുക്കുക. സ്കെയിലിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ആണ് കേട്ടോ, നീളമാണ്. സോ നമുക്ക് തന്ന നീളം 7 സെന്റിമീറ്റർ ആയിരുന്നു. സോ ഞാൻ ആദ്യം ഒരു സ്കെയിൽ എടുത്തു. സ്കെയിലിൽ ഞാനിത് 7 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ ലെങ്ത്തിൽ ഞാനിത് അവിടെ വരച്ചു കൊടുത്തു. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് കുത്തനെ 90 ഡിഗ്രിയിൽ തന്നെ അതിൻ്റെ വീതി കിട്ടണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കണ്ടോ, ആ ഒരു ലൈനിൻ്റെ ഒരു സൈഡിൽ വെച്ചു. ദെൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കുത്തനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. 5 സെന്റിമീറ്ററിൽ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് നേരെ വരച്ചു കൊടുത്തു. സോ നമുക്ക് 90 ഡിഗ്രിയിൽ ഒരു സൈഡിൽ അതിന് എന്ത് കിട്ടി, വീതിയായിട്ടുള്ള 5 സെന്റിമീറ്റർ കിട്ടി. ദെൻ അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ വെക്കുക. അതുപോലെ തന്നെ അവിടെയും 5 സെന്റിമീറ്റർ വരയ്ക്കുക. ദെൻ നമുക്ക് ഇനി സെറ്റ് സ്ക്വയർ മാറ്റി സ്കെയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നേരെ മുകളിലുള്ള ആ ഒരു നീളവും നീട്ടി വരച്ചു കൊടുത്താൽ എൻ്റെ കുട്ടികൾക്ക് തെറ്റാതെ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റിലുള്ള ആരെ കിട്ടുവടാ, നമ്മുടെ റെക്റ്റാങ്കിൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. സോ ഈ ഒരു രീതി നിങ്ങൾ എല്ലാവരും അറിയുന്നതായിരിക്കും. എന്നാലും ചില സമയങ്ങളിൽ നമ്മൾ സെറ്റ് സ്ക്വയർ എങ്ങനെ വെക്കാം ഇല്ലേ, ആ ഒരു സെറ്റ് സ്ക്വയറിന്റെ 90 ഡിഗ്രി എവിടെയാണ് എന്നൊക്കെ ഒന്ന് മറന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. സോ അവരെന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കണം. സോ ഇത്തരത്തിലുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എൻ്റെ കുട്ടികളെ എല്ലാവരും നമ്മളെ ലൈവുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നമ്മളെ ലൈവുകളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ലൈവിൽ വെച്ച് കാണാം. അതുവരെ ബൈ ബൈ, സീ യു.